നമുക്കൊപ്പം ഇപ്പോൾ പരാതിക്കാരി ഒരു ചിത്ര പരാതിക്കാരിയാണ്. ഒപ്പം കേരള സമാജത്തിന്റെ സെക്രട്ടറി രജികുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രജികുമാറിലേക്ക് ആദ്യം. ശ്രീ രജികുമാർ, കെ ബി ശ്രീധരൻ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ചാണെങ്കിൽ വലിയ വിശ്വാസ്യത ഉണ്ടാക്കിയെടുത്തതിന് ശേഷമാണ് ഇപ്പോൾ കുടുംബമായി ഈ ചിട്ടിക്കമ്പനി ഉടമ മുങ്ങിയിരിക്കുന്നത്. കേരള സമാജം ഉൾപ്പെടെ അവിടുത്തെ മലയാളി കൂട്ടായ്മയൊക്കെ ചൂഷണം ചെയ്താണോ ഇത്തരം ഒരു തട്ടിപ്പ്? മലയാളി സമാജത്തിനെ ചൂഷണം ചെയ്തു എന്ന് പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. ഈ വ്യക്തി വളരെ കുറെ നാളുകളായിട്ട്, എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 20 വർഷക്കാലമായിട്ട് ബാംഗ്ലൂരിലുള്ള ഒരാളായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം പല വേദികളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. കേരള സമാജം അടക്കമുള്ള പല സംഘടനകളെയും പരിപാടികളിൽ വരാറുണ്ട്. ഒരു വലിയ സ്പോൺസറായിട്ടൊന്നും വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. സംഭാവനകൾ കൊടുക്കുന്ന ഒരാളായിട്ട് നമുക്കറിയാം, വ്യക്തിപരമായിട്ട് അറിയാം, എവിടെ താമസിക്കുന്നതെന്ന് അറിയില്ല. പക്ഷെ ആ സമൂഹത്തിൽ സ്വന്തമായി വീടും താമസവും ഒക്കെ ഉള്ള ഒരാളായിരുന്നു അദ്ദേഹം. ആ ഒരു വിശ്വാസ്യത കൊണ്ടായിരിക്കാം ആൾക്കാർ ധാരാളം പണം കൊടുത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇദ്ദേഹത്തിന്റെ സ്ഥാപനമോ മറ്റൊന്നും നമ്മൾ കണ്ടിട്ടില്ല. കേരള സമാജത്തിൽ അടക്കമുള്ള പല സംഘടനകളിലും പോകുമ്പോൾ കാണാറുണ്ട് എന്നുള്ളതിലപ്പുറമായിട്ടുള്ള ബന്ധമൊന്നും ഞങ്ങൾക്ക് ആർക്കും ഇല്ല. പിന്നെ ആരെങ്കിലും അവിടെ നിക്ഷേപം നടത്തിയിട്ടുണ്ടോ താങ്കളുടെ പരിചയത്തിലുള്ള? ഉണ്ട്, ധാരാളം ആൾക്കാർ. ഇപ്പൊ ഇന്നലെ വിളിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വെറും ഒരു ചിട്ടി കമ്പനി മാത്രമായിരുന്നില്ല, നിക്ഷേപങ്ങളൂടെ സ്വീകരിച്ചിരുന്നു എന്നുള്ളത് ഇന്നലെ ഞാൻ അത്ഭുതത്തോടെയാണ് കേൾക്കുന്നത്. കാരണം സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള ചിട്ടി സ്ഥാപനങ്ങളൊക്കെ നിക്ഷേപം സ്വീകരിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇപ്പൊ മുത്തൂറ്റ് പോലെയുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള രജിസ്റ്റേർഡ് സ്ഥാപനങ്ങൾ, ഇതും രജിസ്റ്റേർഡ് ആണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഇപ്പൊ രജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ ഇങ്ങനെ പലിശ കൊടുത്തുകൊണ്ട് പണം സ്വീകരിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലെയുള്ള ചെറിയ സ്ഥാപനങ്ങളൊന്നും അങ്ങനെ ചിട്ടി നടത്തുന്ന സ്ഥാപനങ്ങളാരും ഇങ്ങനെ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതായിട്ട് അറിവിൽ പെട്ടിട്ടില്ല. ചിട്ടി നടത്തുന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ട്, ധാരാളം ആൾക്കാർ ചിട്ടിയിൽ ചേരുന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. കേരള സമാജത്തിലുള്ള പലരും കബളിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലാക്കാൻ കഴിയുന്നത്.